ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി റാപ്പറാണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കുമ്പാരി. ഈ കുമ്പാരി എന്തായാലും ഒറിജിനൽ നെയിം അല്ല എന്നറിയാം. കടപ്പുറം സൈഡിൽ പൊതുവെ വിളിക്കുന്നു കുമ്പാരിയുടെ അർത്ഥം തന്നെ ബഡ്ഡി, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാകും. ഇങ്ങനെ എഴുതാനുള്ള ഒരു ഐഡിയ ഇവിടുന്ന വന്നേ? എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എപ്പോഴും ബുക്കിന്റെ അകത്തോ ആരും കാണിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ഞാൻ കൂടുതൽ എഴുതുന്നത് യുവാക്കൾക്ക് വേണ്ടി. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമൂഹത്തിന്റെ നേർക്കുള്ള വിരൽ ചൂണ്ടല. വേടൻ എന്തോ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്. അത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പുള്ളിയുടെ ഷോ കാണാൻ ഞങ്ങൾ പോയാ. പുള്ളി വിളിച്ചു കയറ്റി എത്ര ഉയർന്നാലും പുള്ളി താഴ്ത്തുന്നു ഹാൻഡ് കൊടുക്കുന്ന ഒരു മനുഷ്യൻ. എൻ്റെ ഒരു ട്രാക്കൊക്കെ കേട്ടിട്ടുണ്ട്, പുള്ളിയുടെ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുത്തിട്ട്. പുള്ളി പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു കാർന്നൂരിരുന്ന് റാപ്പ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഈ നരച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ട്രാക്കുകളെല്ലാം നിങ്ങളോ അവരോ ഇവരോ ഒന്നുമല്ല, നമ്മളാ. എൻ്റെ പാട്ടുകളിലെ കേന്ദ്ര കഥാപാത്രം സ്ത്രീകൾ. തളം കെട്ടി ഉപ്പുപാക്കിയായി കളിയും ചിരിയും മഴ കണക്കി നിശ്ചിതമായി കരയുന്നോമ്പരങ്ങൾ ആർത്തു ചിരിച്ചു മറച്ചു ഞാൻ സ്ത്രീയെ നിന്നെ 4 പണത്തിൽ പോകുക വസ്തുവാക്കി ഞാൻ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? അതായത് നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരെല്ലാം നൈസ് കമ്പനിയാണ്, പക്ഷെ അവർക്ക് എന്തോ റാപ്പ് കണക്റ്റ് ആവുന്നില്ല. വേറെ റാപ്പ് ഫീൽഡിലുള്ള നമ്മുടെ കൂട്ടുകാരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ചിലരിങ്ങന നമുക്കരുതും പോലെയല്ല നീചര ചട്ടലംഘനത്തിൻ പിഴ ജീവന കഴുമരം കയർക്കുരുക്കണ കൈകളാ. ഞാൻ എഴുതുന്നത് കൂടുതൽ പേരിലേക്ക് എത്തുന്നില്ല, പക്ഷെ അത് എത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നില്ലേ? ചെറിയൊരു വിഷമമുണ്ട്. സൗണ്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി റാപ്പറാണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കുമ്പാരി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോണു. സമാധാനം. ഈ കുമ്പാരി എന്തായാലും ഒറിജിനൽ നെയിം അല്ല എന്നറിയാം. എങ്ങനെയാണ് ആ പേര് വന്നത്? എന്താണ് അതിന്റെ മീനിങ്? കുറേ കഥകൾ പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. അതിന്ന് തുടങ്ങാം. ഓക്കെ, കുമ്പാരി എന്നുള്ള പേര് ഞാൻ ആദ്യം കിച്ചണിൽ പറയാം. ഞാൻ ഷെഫാണ്. അപ്പം നമ്മൾ ഈ കടപ്പുറം സൈഡിൽ പൊതുവെ വിളിക്കുന്നതാണ് കുമ്പാരി മച്ചാന എന്നുള്ള വിളിയൊക്കെ. അപ്പൊ അങ്ങനെ കുമ്പാരി എന്ന് വിളിക്കുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് കുമ്പാരി എന്ന് വിളിക്കും. വിളിച്ച് പിന്നെ അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എഴുത്തൊക്കെ തുടങ്ങിയത്. അപ്പൊ വേറൊരു പേര് അന്വേഷിക്കേണ്ടി വന്നില്ല. ഓൾറെഡി ഒരു കുമ്പാരി എന്നുള്ളൊരു നല്ലൊരു പേര്. കുമ്പാരിയുടെ അർത്ഥം തന്നെ ബഡ്ഡി, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാള് എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയല്ലേ. വേറെ അതിന് വേണ്ടി തരേണ്ട ആവശ്യം വന്നില്ല, അങ്ങനെ എടുത്തു. ഇപ്പൊ ആര് പേര് ചോദിക്കുമ്പോൾ ആ ഒരു പേരായി മാറിയോ? എനിക്ക് കുമ്പാരി എന്ന് അറിയപ്പെടാനാണ് ഇഷ്ടം. വേറെ എൻ്റെ പേര് ബിനു, നാട്ടിൽ ബിനു എന്ന് പറയും. ഒഫീഷ്യലി ബിനീഷ് എന്നുണ്ട്. പക്ഷെ കുമ്പാരി കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഒരു രസമുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് കുമ്പാരി വന്നതിന് ശേഷം. ഇപ്പൊ നാട്ടുകാർ കൂടുതലും വിളിക്കുന്ന എന്താ? നാട്ടുകാർ ബിനു എന്നേ വിളിക്കുള്ളൂ. അവരൊരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ലേ? നമ്മൾ എഴുതുന്നത് വേറെ ടൈപ്പ് സാധനങ്ങൾ. അതൊക്കെ ഇനിയും അവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ എഴുത്ത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ആ നാട്ടുകാർക്ക് ആയിട്ടില്ല എന്നാണോ? അതോ ആ നാട്ടുകാരുടെ കുഴപ്പമില്ല. പൊതുവെ ഇവിടെ എല്ലാവരും കൂടുതലും എഴുത്തല്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങളല്ല, അതിലെ വൈബ് പിടിക്കാനുള്ള ആ ഒരു വളർച്ചയായിട്ടുള്ളത്. ഇനിയും കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. അപ്പോൾ എഴുതിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഉണ്ട്, വളരെ പേഴ്സൻറ്റേജിൽ കുറവാണ് ആ ഒരു കൂട്ടം. അതെ, ന്യൂ ജനറേഷൻ പിള്ളേര് കുറച്ചുകൂടെ ഏറ്റെടുക്കുന്നു തോന്നുന്നുണ്ടോ? ഉണ്ട്. കുറേ പേര് യുവാക്കൾ, ഞാൻ കൂടുതൽ എഴുതുന്നത് യുവാക്കൾക്ക് വേണ്ടിയിട്ട്. എസ്എംമാരി രക്ഷയില്ലാത്ത ആൾക്കാർ. അവരെ കൺവിൻസ് ചെയ്യാനൊന്നും നോക്കുന്നില്ല. ഇല്ല, അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവരെ ഡിസ്ട്രാക്ടറിനെ എഴുതിക്കൊണ്ടിരിക്കും. അവരെ കുറിച്ചുള്ള ഒരു നരച്ചിട്ട് തലച്ച് വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ട്രാക്ക് എഴുതിക്കുന്നു. പക്ഷെ കോളേജിൽ പഠിക്കുന്ന പയ്യൻ ചോപ്പിച്ചാൻ പറയുമ്പോൾ പിഴയാണെന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ട്രാക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എഴുതാനുള്ള ഒരു ഐഡിയ ഇവിടുന്ന വന്നേ? കുഞ്ഞിലേ എഴുതുമായിരുന്നു? ഇല്ല, ഞാനൊരു എഴുത്ത് 2019 എഴുതാൻ തുടങ്ങി. 2019. അതിനു മുന്നേ ഇല്ല, ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എപ്പോഴും ബുക്കിന്റെ അകത്തോ ആരും കാണിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. എല്ലാം ബുക്കിനകത്ത് വെച്ചു. എല്ലാം അല്ല, 1 2 കുറച്ച് കവിതകൾ പോലെ. കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എഴുതിയ കുറച്ച് സാധനങ്ങൾ.
അപ്പൊ ഈ 2019 എഴുതാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, എഴുത്ത് സ്റ്റാർട്ട് ചെയ്തല്ലോ, അന്നേരം ഒരു ടേണിംഗ് പോയിന്റ് ആയത് എന്താ? ഇത് എഴുതി തുടങ്ങാന്ന് തോന്നിയത്? എഴുതി തുടങ്ങാൻ തോന്നിയത്, ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗോക്കാരൻ പയ്യൻ എപ്പോഴും റാപ്പ് സോങ് വെക്കും. ഈ ഹിന്ദി, ഈ എം.ഇ.വെ ബണ്ടായി, ഡിവൈൻ, അവരുടെയൊക്കെ കുറേ ട്രാക്കുകൾ എപ്പോഴും കേട്ടിട്ട് നമ്മൾ ചെറുതായിട്ട്, ഞാൻ ഏറ്റവും ആദ്യം എഴുതണ ഒരു സ്ത്രീ വിരുദ്ധതയുള്ളൊരു തേപ്പെന്ന് പറഞ്ഞൊരു സോങ്, തേപ്പ്. അതൊക്കെ യൂട്യൂബിൽ ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ അതൊക്കെ കുറേ മാറ്റം വന്നു, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വന്നു. പിന്നെ ഞാൻ ഇപ്പം കൂടുതൽ എഴുതുന്നത് എൻ്റെ പാട്ടുകളിലെ കേന്ദ്ര കഥാപാത്രം സ്ത്രീകളാണ്, എൻ്റെ മോളാണ്. ഇപ്പം നീയൊക്കെ എഴുതിയത് ഒരു സ്ത്രീ, കേന്ദ്ര കഥാപാത്രം സ്ത്രീയാണ്. ആണ് ഒരു ആണിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സ്ത്രീയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അപ്പൊ ഈ ഗോവക്കാരൻ പയ്യനാണോ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തത്? തീർച്ചയായിട്ടും. അവൻ്റെ ഈ ഡിവൈൻ്റെ ലിറിക്സ് ഒരു രക്ഷയില്ലാത്ത എഴുത്ത്. വേടൻ, മലയാളത്തിൽ വേടൻ, വേടന. ഓക്കെ, വേടൻ എന്താ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. തിരുവനന്തപുരത്ത് വെച്ചിട്ട് പുള്ളിയുടെ ഷോ കാണാൻ ഞങ്ങൾ പോയതാ. സ്റ്റേജിൽ പാടിയോ? പുള്ളി വിളിച്ചു കയറ്റി. അന്നും പുള്ളി എത്ര ഉയർന്നാലും പുള്ളി താഴ്ത്തുന്ന ഒരു ഹാൻഡ് കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ഭയങ്കര നല്ല ക്യാരക്ടർ. അപ്പൊ ആ സമയത്ത് ഉള്ള ഒരു എന്ത് തോന്നി ആ ഒരു മൊമെന്റിൽ? അത്രയും ആരാധിക്കുന്ന ഒരാളെ നേരിട്ട് കാണുന്നു, സ്റ്റേജിൽ കൂടെ പാടാൻ അവസരം കിട്ടുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞേ? വേടൻ എന്താ പറഞ്ഞേ? വേടൻ ഞാൻ ഇങ്ങനെ ഈ നരച്ചൊക്കെ ഇരിക്കണോണ്ട് പുള്ളി എൻ്റെ ഒരു ട്രാക്കൊക്കെ കേട്ടിട്ടുണ്ട്, പുള്ളിയുടെ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുത്തിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞ്, ഞാൻ നോക്കുമ്പോ ഒരു കാർന്നോരിരുന്ന് റാപ്പ് ചെയ്യണ്. അപ്പൊ ഈ നരയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അന്ന് സ്റ്റേജിൽ ഏതാ പാടി? അന്നൊരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു, അതായത് മാലിന്യം, അതായത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു വസ്തു മനുഷ്യന്റെ ദുരുപയോഗം കാരണം മോശമായി തീർന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതായത് നമ്മൾ വലിച്ചെറിയലും, ചിന്തയില്ലാതെ, മറ്റുള്ളവരോട് കരുതലില്ലാതെ, അടുത്ത തലമുറയോട് കരുതലില്ലാതെയുള്ള വലിച്ചെറിയലും, അതവിടെ പോയി കിടന്ന് 10-20 വർഷം വേണം ഒരു ബാഗ് മണ്ണിൽ ലയിക്കായില്ല. അതെപ്പോഴും മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് അവിടെ കിടക്കും. ഒരു ബോട്ടിലായിക്കോട്ടെ ഒരു 500 വർഷം വേണം. എങ്കിലും ആ ഒരു പൊല്യൂഷനൊക്കെയാണ് ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഇതിൽ. എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട ഒരു ട്രാക്ക് അതായിരുന്നു. അങ്ങനെ അത് പാടിയാണ്. ഓക്കെ, ഇപ്പോഴും എഴുതുന്നതൊക്കെ ഒരു സോഷ്യൽ റെലവന്റ് ആയ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ? കൂടുതലും അത് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. മുല്ലപ്പെരിയാർ ഒരു പ്രതിഷേധ ഗാനം. വെറും ഒരു മുല്ലപ്പെരിയാറല്ല, ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നേർക്കുള്ള വിരൽ ചൂണ്ടല. അതായത് എൻ്റെ നേർക്ക് എൻ്റെ ട്രാക്കുകളെല്ലാം നിങ്ങളോ അവരോ ഇവരോ ഒന്നുമല്ല, നമ്മളുടെ ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതണം. മുല്ലപ്പെരിയാറിൻ്റെ സ്ഥാനത്ത് ഒരു റോഡിലെ കുഴി വെച്ചാലും കറപ്ഷൻ വെച്ചാലും എല്ലാം ആപ്റ്റാ. അതെ. ഇതിനൊക്കെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. ഇല്ല, ഞാൻ എഴുതുന്നത് കൂടുതൽ പേരിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ടായിരിക്കും നെഗറ്റീവ് കുറയുന്നത്. പക്ഷെ അത് എത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നില്ലേ? പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചെറിയൊരു വിഷമമുണ്ട്. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല, അത് വേറൊരു സൈഡ്. എൻ്റെ ഭാഗത്തുണ്ട് മിസ്റ്റേക്ക്, അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്ക്. അതെന്താ, ആരും അറിയാതെ അങ്ങനെ ഒതുങ്ങി ജീവിക്കാനാണോ താല്പര്യം? ഇല്ല, ആദ്യമൊക്കെ എനിക്ക് കുറേ പേര് കാണണം, കുറെ സ്റ്റേജുകളിൽ പേര് പാടണം എന്നൊക്കെ ഉണ്ടായി. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ അതിൻ്റെ അളവ് കുറയും. നമുക്ക് ഇത് മതി എന്നുള്ളൊരു രീതി. ഞാൻ ഇപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വൈഫും കൊച്ചൊക്കെ കുഴപ്പമില്ല. അവർ ഇപ്പോൾ ഞങ്ങൾ ഒരു ക്ലീൻ ഗോട്ട എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു 8 ആർട്ടിസ്റ്റ്, ഒരു 7 ആർട്ടിസ്റ്റും ഒരു ടീച്ചറും, പിന്നെ എൻ്റെ ഒരു 6 വയസ്സുള്ള മോള്. അപ്പോൾ അവളൊക്കെ സപ്പോർട്ടാണ്. ആ ഒരു സംഭവം തുടങ്ങാനുള്ള റീസണും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ക്ലീനിങ് ഞാൻ നേരത്തെ തൊട്ടേ ചെയ്യാറില്ലായിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ ഒരു 2008 മുതലേ ഹൗസ് ബോട്ടിൽ വർക്ക് ചെയ്യണം, കുക്കായിട്ടും ഗൈഡായിട്ടും. അപ്പോൾ ഈ കൂടുതലും വൈറ്റ് പീപ്പിളാണ് ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ച് നമുക്ക് ക്ലീനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. അവർക്ക് കുറച്ചുകൂടെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇത്, ഇങ്ങനെയൊക്കെ ആണ് ഈ സമൂഹം മാറേണ്ടതെന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു പ്ലാസ്റ്റിക് കളക്ഷനും
ഞാൻ നേരത്തെ മറ്റേ ചെറിയ വള്ളത്തിൽ പോയി പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യേണ്ടി വരുമായിരുന്നു. അതിൻ്റെ പഴയ ഒരു പഴയ ഇൻസ്റ്റ ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഒരു എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് അത്യാവശ്യം റീച്ചുള്ള ഒരു 16K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ബുക്ക് എഴുതിയായിരുന്നു, കുമ്പാരി പറയും. കുമ്പാരിയുടെ കണ്ണന്തിരിവുകളും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു സ്വന്തം കഥയാണോ? എൻ്റെ സ്വന്തം കഥ. അതായത് 5 കഥകളിൽ ഒരു 2 ഇമാജിനേഷൻ ഉണ്ട് കുറച്ച്, ബാക്കിയൊക്കെ ഒരു വേശ്യയായിട്ടുള്ള പ്രണയം. ഒരെണ്ണത്തിൽ 28ാമത്തെ വയസ്സിൽ വിർജിനിറ്റി നഷ്ടപ്പെടുന്ന സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വന്ന ഒരു പയ്യൻ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഒരു മയിരിലെ പപ്പായ വരും. എൻ്റെ വീട്ടിൻ്റെ ബാക്കിലൊരു പപ്പായ വരമുണ്ട്. അപ്പം നാട്ടുകാരുടെ മുഴുവൻ വിരൽ ചൂണ്ടൊരു ആ പപ്പായ വരത്തില്ല, അവിടെ പഴുത്ത് നിൽക്കുന്ന പപ്പായ വരത്തില്ല. ഞാൻ പറിക്കാറില്ല, ഇടയ്ക്കൊക്കെ പറിക്കാറുണ്ട്. അപ്പം ഈ നാട്ടിലെ വർത്താനത്തിൽ ഈ പപ്പായ വരം വലിയൊരു ഇതായി. അപ്പം നമ്മുടെ ചെവിയിലെത്തും അതിനൊക്കെ ആ പപ്പായ വരം. അപ്പം അങ്ങനെ പറിച്ചെടുക്കാൻ പാടില്ല, അവിടെ കിടന്ന് പഴുത്തു പോകണം കാക്ക. ഇത് കേട്ടിട്ട് എനിക്ക് തലക്കുരാന്തായി. അങ്ങനെയാണ് ഈ 5ാമത്തെ ഒരു കഥ ഇല്ലായിരുന്നു. പിന്നെ അവസാനം ഒരു ദിവസം ഇങ്ങനെ വരുന്നു കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പം അങ്ങനെ ഒരു 5ാമത്തെ കഥയായത് മാറിയതാണ്. അതിലപ്പോൾ കണ്ടന്റ് എന്താ വരുന്നത്? ഇത് തന്നെ. ഈ അതായത് നല്ലവരായ സ്ത്രീകളും ജനങ്ങൾ ചെമ്മീൻ പൊളിക്കുന്നെടുത്തു ചായക്കടയിലും ഇരുന്നിട്ട് ഈ പപ്പായ വരം സംസാരിക്കണേ. അത് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, എൻ്റെ വീട് തറവാട് തൊട്ടടുത്താണെങ്കിലും ആ ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ പുതിയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിരൽ ചൂണ്ടൽ, ഒരു കുറ്റപ്പെടുത്തലുണ്ടാവും. അപ്പോൾ ആ കുറ്റപ്പെടുത്തൽ ഒരു ഇറിറ്റേഷനായി മാറുന്ന ഒരു സാധനം പപ്പായവരെ വെട്ടിക്കളയുന്നതാണ് എൻ്റെ. പപ്പായവരെ അങ്ങനെ വെട്ടിക്കളഞ്ഞ് കഥയിൽ വെട്ടിക്കളഞ്ഞു. ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഇപ്പം അത് പഴുക്കാറില്ല, പച്ചയായിട്ട് തന്നെ നിൽക്കണം. എന്താ കാര്യമൊന്നും അറിയില്ല. കണ്ണേറ്. പിന്നെ അപ്പോൾ അതിനെ കുറിച്ച് ആ ബുക്ക് ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ ബുക്ക് ഞാനത് സെയിലിന് വേണ്ടിയിട്ട് ചെയ്തതല്ല, നന്നായിട്ട് വായിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നാട്ടിലൊരു 2-3 പേർക്കേ കൊടുത്തിട്ടുള്ളൂ, നന്നായിട്ട് വായിക്കുന്നവർക്ക്. അല്ലാതെ നമ്മൾ ഞാൻ എഴുതിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല ഇതുവരെ. അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വലിയൊരു കഥ എഴുത്തുകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞാൻ അതിലൊരു അത്ര വലിയ കാവ്യഭംഗിയൊന്നും ഇല്ല, പക്ഷേ പറയുന്ന സത്യങ്ങളാണെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻസ്. അതിൻ്റെ പുറത്ത് എഴുതിയത്. പിന്നെ ഒരു ബുക്ക് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുവാണോ? ഇല്ല, അത് കഴിഞ്ഞു. രണ്ടാമത്തെ ബുക്കാണ്? ഇല്ല, ഒറ്റൊരു ബുക്ക്, കുമ്പാരി പറയും എന്നുള്ള ഒരു ബുക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിലുള്ളതാണ് ഈ പപ്പായ. അതിലുള്ള 5 കഥകളിൽ ഒരെണ്ണമാണ്. ബാക്കി 4 കഥയിൽ 2 സ്വന്തം സ്റ്റോറി തന്നെയല്ലേ പറഞ്ഞേ? ഇല്ല, എല്ലാം ഒരെണ്ണം മെക്സിക്കോ വഴി പോയി US-ലുള്ള ഒരു കഥ. പിന്നെ ഒരെണ്ണം ദുബായിൽ ഞാൻ ഒരു 5 വർഷം വർക്ക് ചെയ്തു, അവിടുത്തെ ഒരു പ്രണയം 2. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തേത് പപ്പായ മരം, മയിരിലെ പപ്പായ മരം എന്ന് പറയണം. പിന്നെ 4ാമത്തേത് ആത്മാവെന്ന് പറഞ്ഞിട്ടുള്ള US-ൽ വെച്ചിട്ടൊരു ആത്മാവ്, ഒരു സ്വപ്നത്തിൻ്റെ പുറകെയുള്ള ഒരു ഇതാണ്. ഇമാജിനേഷനാണോ? അതൊരു കുറച്ച് റിയൽ ഉണ്ട്, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അത് റിയലാണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ വിശ്വസിക്കും. എന്താ സംഭവം? എന്താ അത്? ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന ഫ്ലോറിഡയിലാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ആൽബം കിട്ടുന്നു. ആൽബം ഞാൻ മറിച്ച് നോക്കുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇച്ചിരി ക്രീപ്പി ഫേസുള്ള, നമ്മൾ സിനിമയിലെ കാണുന്ന പോലെയുള്ള ചെറിയ ഇമാജിനേഷൻ ഉണ്ട് കേട്ടോ, മുഴുവൻ സത്യമല്ല. അതിങ്ങനെ മറിച്ച് നോക്കുന്നു. അത് ഞാൻ എടുത്ത് എൻ്റെ ബാഗിൽ വെക്കുന്നു. എന്നിട്ട് ആ ഒരു 2 വർഷം ഞാൻ ഫ്ലോറിഡയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. കുറച്ചാൾ കഴിയുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളിൽ ഈ ആൽബത്തിലെ പിക്ചറുകൾ കയറി വരുന്നു. എന്തൊക്കെയോ തിരയുന്ന ഒരാൾ എന്നിൽ കയറുന്നു. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ നബ്രാസ്കയിൽ പോയി, US-ൽ തന്നെ ഒരു സ്റ്റേറ്റ് മിഡിലുള്ള, അവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് ഇല്ലിനോയ്സിൽ പോയി, ചിക്കാഗോയിൽ വർക്ക് ചെയ്തു. എന്നിട്ടൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കളഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോരുന്നു. നാട്ടിൽ പോന്നിട്ടും ഫാമിലി ഒന്നും സെറ്റാണല്ല, വീട്ടിൽ വഴക്ക്. രാത്രിയാകുമ്പോൾ ഞാൻ പോകുന്നു. ആൽബം എപ്പോഴും കയ്യിലുണ്ട്? ഇല്ല, ആൽബം എവിടെയോ നഷ്ടപ്പെട്ടു എനിക്ക്. ഇത് US-ൽ വെച്ച് തന്നെ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. പക്ഷേ ഏതോ ഒരു ആത്മാവിനിൽ കയറണേ. എന്നിട്ട് ഞാൻ വരുന്നു, വീട്ടിൽ വഴക്കാൻ. ഞാൻ ഒരുപ്പെട്ട സമയത്തെല്ലാം ഞാൻ എറണാകുളത്തേക്ക് പോരും. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ കിടക്കും, പാലത്തിൻ്റെ ഇടയിലൊക്കെ കിടക്കും. ഇതൊക്കെ റിയൽ സംഭവിച്ചതാണ്. തമ്മിൽ
കണക്ഷൻ ഉണ്ട് എല്ലാം തമ്മിൽ. പക്ഷെ കുറച്ച് ഇമാജിനേഷൻ്റെ കൂടി ഭാഗമായിട്ടൊരു കഥ അയക്കുന്നത്. അങ്ങനെ നിൽക്കുന്നു. പിന്നെ മെക്സിക്കോ വഴി US പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണ്. കാര്യം പറഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ഇല്ലാത്ത വഴിയാണ്. അങ്ങനെ നമ്മൾ UK പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വർഷം കഴിഞ്ഞു. ഞാൻ ഈ പാലത്തിൻ്റെ അടിയിൽ കിടപ്പും ഇതൊക്കെ കണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് മെക്സിക്കോ വഴി US ആ ഒരു രാജ്യത്തോട് എനിക്ക് ഭയങ്കര ഒരു പ്രണയമുണ്ട്. കാര്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളും നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്നത് നമ്മുടെ ഫിനാൻഷ്യലി സെറ്റാകണമെന്ന് തോന്നും. ആകുമ്പോൾ മാത്രമാണ് നമുക്കൊരു ആത്മവിശ്വാസം തോന്നുന്നത്. 4 പേരോട് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇതാകുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ തല താഴ്ന്നു നിൽക്കും. അപ്പോൾ എന്നെ തല ഉയർത്തിച്ചത് അമേരിക്ക. ആ രാജ്യം ഒന്നുകൂടി കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ മെക്സിക്കോ ഒഴിച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകുന്നു. UK ചെല്ലുന്നു. മെക്സിക്കോയിൽ പോകുന്നു. പോലീസ് പിടിക്കുന്നു. തിരിച്ച് UK കയറ്റി വിടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വരുന്നു. അപ്പോൾ ഒരു 13 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ പോകാനുള്ള യാത്രയായിരുന്നു അത്. നാട്ടിൽ വരുന്നു. അപ്പം ഇവിടെ മെക്സിക്കോയിൽ നമ്മളെ പിടിച്ചത് കൊണ്ട് ഇനി ആ വഴിയുള്ള പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം പറഞ്ഞാൽ ആ സമയം ട്രംപ് വരുന്നതിന് മുമ്പുള്ള ഒരു 8 മാസത്തിന് മുമ്പ് ആ ഒരു സമയത്തിന്, അതായത് ഞങ്ങൾ പോകുന്നത് നവംബറിൽ പോകുന്നു. നവംബറിലൂടെ പിടിക്കുന്നു, തിരിച്ചു വിടുന്നു, നാട്ടിൽ വരുന്നു. പിന്നെ ഒരു 10 ലക്ഷം രൂപ കൂടി കൊടുത്തിട്ടാണ്, അപ്പോൾ മുഴുവൻ ഒരു 23 ലക്ഷം രൂപ കൊടുത്താൽ US എത്തിക്കാം എന്നുള്ളൊരു, അതായത് മെക്സിക്കൻ എമിഗ്രേഷനിൽ ഒരു $8,000 നമ്മൾ പേ ചെയ്തിട്ടാണ്, എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് പിന്നെ പോകുന്നു. ടർക്കിയിൽ ചെല്ലുന്നു. അവിടെ ഒരു ദിവസം. അത് കഴിഞ്ഞിട്ട് മെക്സിക്കോയിലെ കൻകുൺ എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലാണ് ചെല്ലണം. അതായത് സൗത്ത് ബോർഡറാണ് മെക്സിക്കോയുടെ. അവിടെ ചെല്ലുന്നു. അത് ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു. ഒരു ടൂറ് പോയൊരു ഇതായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര പേടി തോന്നിയെങ്കിലും പിന്നെ അതങ്ങോട്ട് ഒരു ടൂറിൻ്റെ ഇതായി. പിന്നെ പബ്ലോ എന്ന് പറയുന്ന മിഡിൽ ചെല്ലുന്നു മെക്സിക്കോ. ടിജുവാന എന്ന് പറയുന്ന നോർത്ത് ബോർഡറിലെത്തുന്നു. കാലിഫോർണിയയുടെ തൊട്ടടുത്ത് കിടക്കുന്നു. പിന്നെ അതിലേക്ക് കൂടി ഒരു ഓഫ് റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയ ഏജൻ്റ് ഉണ്ട്, അവർക്ക് നമ്മൾ പേ ചെയ്താൽ. അപ്പോൾ പോകുമ്പോൾ കുറേ യമൻ, ടർക്കി, ഈ ആഫ്രിക്ക എന്നുള്ള കുറച്ച് പേരുണ്ട്. ഞങ്ങൾ 3 മലയാളികളാണ്. അങ്ങനെ ക്രോസ് ചെയ്ത് അകത്ത് കിടക്കുന്നു. അവിടെ ഒരു 3 ദിവസം ജയിലിൽ കിടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീയാണ്. നമുക്കൊരു ഐഡിയ തരുന്നു. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയും പോവാം. പിന്നെ അവിടെ എത്തിയിട്ട് ഈ ആത്മാവിൻ്റെ അന്വേഷണം 2ാമത് തുടങ്ങണേ. അത് വിട്ടിട്ടില്ല. ഇല്ല. അതായത് എൻ്റെ ഒരു ധൈര്യമൊക്കെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഈ മെക്സിക്കോ വഴിയുള്ള പോക്ക് ഞാൻ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. എനിക്ക് പേടിയുള്ള മനുഷ്യനാണ്. പക്ഷേ ഈ ആത്മാവിൻ്റെ ഒരു തള്ളൽ കാരണം ഞാൻ പോകുന്നു. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വൈഫിൻ്റെ ഗോൾഡൊക്കെ പണയം വെച്ച് US നമ്മുടെ കുറേ കൂട്ടുകാരെ സഹായിച്ചിട്ട് പോകുന്നു. അങ്ങനെ എല്ലായിടത്തും യാത്ര ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒന്നും സെറ്റാണ്. അവസാനം ഞാൻ ഫ്ലോറിഡയിൽ വർക്ക് ചെയ്യുന്നു, നോർത്ത് കരോളിനയിൽ വർക്ക് ചെയ്യുന്നു, വീണ്ടും നെബ്രാസ്കയിൽ വർക്ക് ചെയ്യുന്നു, ന്യൂജേഴ്സിയിൽ വർക്ക് ചെയ്യുന്നു, ന്യൂയോർക്കിൽ വർക്ക് ചെയ്യുന്നു, ചിക്കാഗോയിലെത്തുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മിഷിഗൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്, കാനഡയുമായിട്ട് അടുത്തിരിക്കുന്നു. അവിടെ എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതാണ് നമ്മുടെ സ്ഥലമെന്ന് ഫീൽ ചെയ്യണേ. അങ്ങനെ ആദ്യം ഞാൻ ഹാളിലാണ് കിടന്നുവെച്ചത്, ബെഡൊക്കെ പുറത്തിട്ടിട്ട്. അത് കഴിയുമ്പോഴേക്കും ഒരുത്തൻ അവിടെ നിന്ന് ജോലി കളഞ്ഞിട്ട് പോകണേണ്. ഏതോ ഒരു സാഹചര്യത്തിൽ അവൻ ജോലി കളഞ്ഞിട്ട് പോയോ ആരുടെയോ കൈകടത്തിൽ കൊണ്ട് അവനെ തള്ളി പുറത്താക്കലോ ആണ് കഥയിൽ. അങ്ങനെ ഞാൻ ആ റൂമിലെത്തുന്നു. ബെഡിൽ ഞാൻ ഒരിക്കലും കിടക്കില്ല, താഴ്ത്താ കിടക്കണം. അപ്പോൾ ഈ മണ്ണോട് ചേർന്ന് കിടക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഈ ഫ്ലോറിഡയിലെ ആ ഫാമിലിക്ക് എന്തോ ഒരു ഈ ദാരുണമായിട്ടുള്ളൊരു അന്ത്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ആണോ പെണ്ണോ എനിക്കറിയില്ല, എൻ്റെ ശരീരത്ത് കയറിയത് ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാളുടെ ഒരു കാമുകനോ കാമുകിയോ ഈ മിഷിഗനിലെ ഈ മണ്ണിൻ്റെ അടിയിൽ കിടക്കണം. അപ്പോൾ അതുമായിട്ട് ചേർന്ന് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലാകും തോന്നണം. അങ്ങനെ തിരിച്ചറിയണേന്ന്. അതാണ് ആ ഒരു കഥ. അടുത്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ മറവിൽ, അതായത് ഈ സെയിം റൂമിൽ നിന്നുണ്ട് ഞാൻ. അടുത്ത വീട്ടിലെ ഒരു ഇതാണല്ലോ, മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുക എന്ന് പറയുന്ന ഒരു, പ്രത്യേകിച്ച് ഇതുപോലുള്ള ദരിദ്രരാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അതല്ലേ ബിഗ് ബോസ് ഒക്കെ ഇത്ര ഫേമസ് ആണ്. അങ്ങനെ ഞാൻ നോക്കുന്നു. അപ്പോൾ അടുത്തുള്ളൊരു വീട്ടുകാരൻ, അയാളുടെ ദിവസമുള്ള കുറേ, ഒരു വയസ്സായ ഒരു മനുഷ്യനാണ്.
ദിവസമുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. അങ്ങനെ ഞാനിത് കാണുന്നു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇയാളുടെ. അങ്ങനെ ഞാനിത് ഭയങ്കര അഡിക്ഷനായി, ഒളിഞ്ഞോട്ടം. ആ നോക്കി 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 കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നെ. ഇയാളെനിക്ക് ഭയങ്കര മിസ്സാവുക. എനിക്ക് അത്ര ഇഷ്ടം ഇയാളുടെ ഒരു അമേരിക്കൻ മനുഷ്യൻ, ഭയങ്കര പ്രൗഢ, ചെറിയ വീടാണെങ്കിലും ഒരു പ്രൗഢിയുള്ളൊരു മനുഷ്യനാണ്. അയാളുടെ ഭാര്യയായിട്ടുള്ള അവർ ഫുഡ് സെർവ് ചെയ്ത് കഴിക്കുന്നു, തമ്മിൽ ചുംബിക്കുന്നു, അതൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തിറങ്ങും, ഇപ്പോൾ ഹായ് പറയും. അപ്പം നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ, അത് വലിയ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറും. അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ടൊരു ബുക്ക് എഴുതുന്നു. ബുക്ക് എഴുതി ഇയാളാണ് ഇതിലെ മെയിൻ കഥാപാത്രം. അയാളെക്കുറിച്ച് ഇങ്ങനെ എഴുതി 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 പോകുന്നു. ബുക്ക് അധികം പേരൊന്നും വായിക്കില്ല. പക്ഷേ സെയിം ടൈമിൽ എൻ്റെ ഒരു ബുക്ക് വായിച്ച ഒരു അമേരിക്കൻ, അതായത് ഈ മലയാളിയായിട്ടുള്ള ഒരു അമേരിക്കൻ എൻ്റെ ബുക്ക് എവിടെ നിന്നോ കൈമാറി അയാൾ വായിച്ചു ഈ ബുക്ക്. അപ്പോൾ ഈ മിഷിഗനില കുറേ കല്ല് വെക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ സ്പീഡിൽ ഫാസ്റ്റായിട്ട് പറയണത്, കല്ല്, ഒരു പഴയ ട്രാക്ടർ, ഇതൊക്കെ എൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. സെയിം ആ ഒരു സിറ്റുവേഷനിലെ ബുക്ക് പുള്ളി വായിച്ചിട്ടുണ്ട്. മിഷിഗൻ, പിന്നെ ഡിട്രോയിറ്റ് എന്ന ഞങ്ങൾ നിന്ന സ്ഥലത്തിൻ്റെ പേര് ഡിട്രോയിറ്റിൽ ട്രോയാണ് ഞങ്ങൾ നിന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ട്രോയിൽ തന്നെ നടക്കുന്നൊരു കഥ ഓൾറെഡി US ഭയങ്കര ഫേമസ് ആയി കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പോൾ പുള്ളിനെ ഇത് സ്ട്രൈക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥയിലെ കാര്യങ്ങളൊന്നുമല്ല, ഇത് തമ്മിൽ എവിടെയോ ഒരു സിമിലാരിറ്റി ഉണ്ട്. ആ ഒരു ബുക്കിൻ്റെ പേര് മൈ ഇന്ത്യൻ നൈബർ എന്നാണ്. അപ്പോൾ പുള്ളി എഴുതിയ കഥ US ഭയങ്കര ഹിറ്റായി. അതായത് പുള്ളിയുടെ കഥയിലെ ഒരു മെയിൻ കഥാപാത്രം ഞാനാണ്. എന്നെ പുള്ളി കാണുന്നുണ്ടായിരുന്നു ഈ ഒളിഞ്ഞു നോക്കുമ്പോഴും, ഇതെല്ലാം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ്. കൊള്ളാം. അപ്പോൾ ട്രാക്ക് മാത്രമല്ല, കുറേ കഥയും ബുക്കും ഒക്കെ കുറച്ച് ഇതില്. അപ്പോൾ കഥയാണോ സോങ് പാടാനാണോ എന്താ കൂടുതൽ താല്പര്യം? പാടാനാ. ഇനി കഥ എഴുത്തൊന്നുമില്ല, ഒരു ബുക്ക് എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എഴുതാൻ എഴുതി. ഇതുവരെ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എല്ലാം ഇഷ്ടമാണ്. എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് മുല്ലപ്പെരിയാർ. എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ആൾക്കാർ ഏറ്റവും കൂടുതൽ നല്ല ഒരു സാധനം എന്ന് പറഞ്ഞത്, നല്ലൊരു ട്രാക്കാണെന്ന് പറഞ്ഞത് മുല്ലപ്പെരിയാർ. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ സതീശൻ്റെ സൂയിസൈഡിനെ കുറിച്ചിട്ട്, ക്യാമ്പസ് മരണങ്ങളെ കുറിച്ചിട്ട് ഒരു അഞ്ചാം കൽപ്പന. അതായത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ 5ാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ കൊല്ലരുന്നുള്ള. ഈ ക്രിസ്ത്യാനിറ്റിയുടെ സെയിം ക്യാമ്പസിലാണ്, അതായത് ഒരു ക്രിസ്ത്യൻ സഭ ഓൺ ചെയ്യുന്ന ഒരു കോളേജിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ട്. ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, മതം എവിടെ വരുന്നു എല്ലാം പ്രശ്നക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയ ഒരു വിഷ്ണു, പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, വിഷ്ണു, അങ്ങനത്തെ ഒരു പയ്യനുണ്ട്. പുള്ളി ഇതുപോലെ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരെയും മെയിനായിട്ട് വെച്ചിട്ട് 5ാം കൽപ്പന, കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കൊല്ലുന്നു. അതിനെക്കുറിച്ചുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ മറ്റേ ചിലരിങ്ങന നമുക്കരുതും പോലെയല്ല നീചര, ചട്ടലംഘനത്തിൻ പിഴ ജീവന, കഴുമരം കയർ കുരുക്കണ കൈകള, മറക്കല്ല് സീനായ് മല 5ാം കൽപ്പന. ക്യാമ്പസ് മരണങ്ങൾ, തുടർക്കഥ പയനങ്ങൾ, നിരനിരയ ഇനിയും മരണങ്ങൾ, തടവറ ഇടിമുറി കണ്ട് ഭയക്കണ പഠിതാവിൻ പണം മുഖ്യം, ശ്രദ്ധ മടങ്ങുന്നു, ലിംഗഭേദം പ്രാന്താൽ വേലി കെട്ടിത്തിരിക്കുന്നു, ഹനിക്കുന്നു സൗഹൃദം നീ കണ്ട് ചിരിക്കുന്നു, അച്ചടക്കം പേരിൽ കാട്ടിക്കൂട്ടും പ്രഹസനം, പാളം തെറ്റും ചിന്തകൾ ചുറ്റും കത്തുത്തി കണ്ണുകൾ, ഗുരു ശിഷ്യ ബന്ധനാധകാരത്തിൽ യുക്തി നോക്കുകുത്തി വ്യക്തിഹത്യ ദൈവനാമത്തിൽ. അത്രയേ ഉള്ളൂ, ചെറിയൊരു സാധനം. ഓക്കെ. പിന്നെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത് മുല്ലപ്പെരിയാർ അവർക്കായിരുന്നു. അതുകൊണ്ടൊന്ന് പാടാവോ? മുല്ലപ്പെരിയാറണു ബോംബെ ഇത്തലമേലെ തൂങ്ങണവാളെ, നെല്ലിപ്പല തല താണ്ടി ആമലയിടയെ വിങ്ങണ തടയെ. മുല്ലപ്പെരിയാറണു ബോംബെ ഇത്തലമേലെ തൂങ്ങണവാളെ, നെല്ലിപ്പല തല താണ്ടി ആമലയിടയെ വിങ്ങണ തടയെ. ലളിതം പക്ഷേ
കഠിനമൃതന മനസ്സിനുടയോമാരെ 10,000 ഘടകം അടിയും തടയും അറിയുന്നവരെ 600 നടുവിലെ പല 100 തലകൾ പുതയും ചേറും ചെളിയും നിയമം പല വശമതു പറയും കഥ കാണും പ്രബുദ്ധത കഴുത ബഹുദൂരം താണ്ടണമിനിയും കഴുതയിൽ നിന്നും മനുഷ്യരിലേക്ക് അധികായന്മാരായെന്നും വിമർശനശൂലം എറിയും നമ്മൾ മുല്ലപ്പെരിയാറണുപോം പ്രതിഷേധം ആദ്യം മുതലേ പതനം 135 തിരുവായിൽ ഇളിപഴവും തിരികെ. അതൊരു പകുതി കൊള്ളാം. ഇത് പുറത്തെവിടെയെങ്കിലും പോയി പാടിക്കൊടുക്ക സ്റ്റേജ് ഷോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടുള്ള ഒരു സ്റ്റേജിൽ പോയിട്ടൊന്നും പാടിയിട്ടില്ല. പാടിയിട്ടില്ല. ഊരാളി മാർട്ടിൻ ചെണ്ടയൊക്കെ അവിടെ പോയി, അവിടെ പാടി. അവിടെ ശനിയാഴ്ചകളിൽ എല്ലാവരും ഒരു കൂട്ടായ്മയുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഇടക്കൊക്കെ പാടിയിട്ടുണ്ട്. അല്ലാതെ വേറെ എടുത്തും. ഇതിന്റെ ലിറിക്സ് എഴുതാനൊക്കെ എത്ര ടൈം എടുക്കും അപ്പോൾ? ഇപ്പോൾ ഞാനൊരു 3-4 ദിവസം കൊണ്ടൊക്കെ എഴുതിയിരുന്നു. ഈ മുല്ലപ്പെരിയാറൊക്കെ എഴുതിയത് ഒരു 1.5 വർഷമൊക്കെ എടുത്തിട്ടാണ്. 1.5 വർഷം. അത് കുറേശ്ശെ ഇങ്ങനെ എഴുതി പകുതി തീർത്തു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. അപ്പോൾ കുറേ പേര് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള 2ാമത് എഴുതിയത്. അങ്ങനെയാണ് ഫുള്ളായത്. ഓക്കെ. ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ആദ്യം യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഇടുന്നേ? ഇല്ല, അത് ഇൻസ്റ്റാ പേജ് ആയിരുന്നു. അതെന്താ ഡിലീറ്റ് ചെയ്തപ്പോ? ഇല്ല, അത് ഞാൻ ബുക്ക് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര അഡിക്ഷൻ തോന്നി. അതായത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ലൈക്ക് നോക്കുന്നത്, ആരെന്നെ ഫോളോ ചെയ്ത് നോക്കുന്നത്, അതൊരു എഴുത്തിനെ എനിക്ക് ഭയങ്കരമായിട്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. 2ാമതൊരു തുടക്കം വേണോ, എനിക്കിപ്പോഴും വാല്യൂ ഉണ്ടോ എന്നുള്ളൊരു തിരിച്ചറിയൽ, അതിന് വേണ്ടിയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത് തുടങ്ങി. അത് ആ ബുക്കിന് വേണ്ടി ഡിലീറ്റ് ചെയ്തു. പുതിയ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് സോങ് കുമ്പാരി പറയും എന്നുള്ള ഒരു ബുക്കിനെ ഞാൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ട്രാക്കാണ് കുമ്പാരി പറയും എന്ന് പറഞ്ഞിട്ടൊരു. മലയാളത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏതൊരു സ്റ്റേജിലാണ്? മലയാളം ഭാഷ അത്ര ഒരു വഴങ്ങാത്തൊരു ഭാഷയാണ്. അതായത് കുറച്ച് നാളെ ആയിട്ടുള്ളല്ലോ ഇത് മലയാളം എന്ന ഭാഷ രൂപീകരിച്ചിട്ട്. യൂസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു 10,000 വർഷം അല്ലെങ്കിൽ ഒരു 3,000 വർഷം കഴിയുമ്പോൾ മലയാളം ചില ഭയങ്കര ഭംഗിയുള്ളൊരു യൂസ് ചെയ്താണല്ലോ വരുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷയാണ് തമിഴാണ്. ആ പഴമയാണ് അതിൻ്റെ ഭംഗി. യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളവും തമിഴും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതുവെള്ളൈ മഴ, മലയാളത്തിൽ പറയുമ്പോൾ പുതുവെള്ളൈ മഴ ആ ഒരു സ്റ്റോപ്പ് ഉണ്ട് മലയാളത്തിന്, ആ ഒരു ഒഴുക്കില്ല. അപ്പോൾ മലയാളത്തിലെ ആർട്ടിനെ സംബന്ധിച്ചോളം ആരെങ്കിലും നന്നായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും കഷ്ടപ്പെടാറുണ്ട്. മലയാള ഭാഷ ഇച്ചിരി പ്രശ്നമാണ്. മലയാള ഭാഷ മാത്രമല്ല, ഇതേപോലുള്ള ഭാഷകളെല്ലാം റാപ്പിന് അനുയോജ്യമല്ല. പക്ഷേ എങ്കിലും ഹിറ്റ് സോങ്ങുകൾ വരുന്നുണ്ട്. റാപ്പിന് ഇന്നത്തെ ഒരു ജനറേഷനിൽ ഭയങ്കര സ്കോപ്പ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. റാപ്പിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഏറ്റവും നല്ലൊരു മാർഗം റാപ്പാണെന്ന് തോന്നിയിട്ടുണ്ട്. കവിതകളായിരുന്നു ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത്. പക്ഷെ അതിലും ഇച്ചിരി കൂടി ഫാസ്റ്റാണ്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും റാപ്പിലൂടെ. അങ്ങനെയാണ് റാപ്പ് ചൂസ് ചെയ്തത്. പിന്നെ അതിന് ഭയങ്കര ഭംഗിയുള്ള ശബ്ദത്തിൻ്റെ ആവശ്യമില്ല, ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്നില്ല. നമുക്ക് പറച്ചിലാണ് സത്യം ഒരു റാപ്പ്. അതുകൊണ്ടിട്ട് തന്നെയാണത്. സ്വന്തം സ്റ്റോറി ഏതാണ് റാപ്പിലൂടെ ചെയ്തിട്ടുള്ളത് സ്വന്തമായിട്ടുള്ളത്? സ്വന്തമായിട്ട് ഞാനെന്ന് പറഞ്ഞൊരു ട്രാക്ക്. അതായത് ഒരു ചൈൽഡ് അബ്യൂസാണ്. എൻ്റെ ചെറുപ്പത്തിൽ എവിടെയോ ഞാൻ അനുഭവിച്ച ഒരു ചൈൽഡ് അബ്യൂസിനെ കുറിച്ചുള്ള ഒരു ട്രാക്കാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഞാൻ തേടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, അതൊക്കെ ഒരു പകുതി ആയിട്ടില്ല. അത് ഇൻസ്റ്റാഗ്രാമിൽ അതിൽ ഞാനെന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് സ്വന്തം സ്റ്റോറിയാണ്? അത് സ്വന്തം സ്റ്റോറിയാണ്. അതായത് കുറേ ഈ ഒരു ചൈൽഡ് അബ്യൂസ് കഴിഞ്ഞ ഒരാളുടെ സ്വഭാവവിശേഷങ്ങളെല്ലാം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ചില സമയത്ത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ട്രാക്കുകൾ. ലിറിക്സ് പാടാവോ? അന്ധകാരമേ അനന്തതയിൽ ഏകനായി ഞാൻ, ചിന്തഭാരം പേറി അന്തരംഗം ശൂന്യനായി ഞാൻ, വഞ്ചകനം പിഞ്ചു പീഡകനെ തേടിടുന്നു ഞാൻ 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 കുഞ്ഞുനാളിലെന്നോ നേരിടേണ്ടി വന്ന ബാല്യചൂഷണത്തിൻ കരുവയുള്ളിലെരിയും വാക്കിൻ വരി നിരത്തി ഞാൻ ഞാൻ കൂളിപ്പടിച്ച പാഠമെന്നും എനിക്ക് മടുത്തു. ആകെ തോന്നി ഇഷ്ടം പാത്തുമാൻ്റെ ആടിൻ്റെ അടുത്ത് ഞാൻ 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 ഞാൻ
വേലി കെട്ടി തിരിച്ചു സൗഹൃദങ്ങൾ മാറ്റി നിർത്തി കാലെടുത്തു വെച്ചു വിഷാദത്തിൻ പടി ചവിട്ടി സ്വയം ഭോഗമെന്നെനിക്കു കാർന്നു തിന്നും രോഗമായി കുഴിഞ്ഞ മിഴിയിൽ കണ്ണീർ തളം കെട്ടി ഉപ്പു ബാക്കിയായി കളിയും ചിരിയും മഴയിൽ മഴ കണക്കെ നിഷിതമായി കരയും നൊമ്പരങ്ങൾ ആർത്തു ചിരിച്ചു മറച്ചു ഞാൻ സ്ത്രീയെ നിന്നെ 4 പണത്തിൻ ഭോഗ വസ്തുവാക്കി ഞാൻ തലകുനിച്ചീ ഞാൻ തല തെറിച്ചീ ഞാൻ വഴിപിഴച്ചീ ഞാൻ തലപനിച്ചീ ഞാൻ അങ്ങനത്തെ ഒരു ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കുഞ്ഞിലെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് തോന്നി. നമുക്ക് ആരെയും വരച്ചു കൊണ്ടാൽ മാത്രമുള്ള തെളിവുകളോ ഒന്നുമില്ല. ഓക്കെ. അതിന്റെ പുറത്ത് ഇവിടെ മിക്കവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കഥ പറയുമ്പോൾ നമ്മുടെ നാട്ടിലാ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു തപ്പെട്ട എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവണം. ഓക്കെ. പിന്നെ വേറൊരു ട്രാക്ക് ഉണ്ടായിരുന്നു നീ എന്ന് പറഞ്ഞിട്ട്. നീ അത് അത്യാവശ്യം പോപ്പുലറായി. അത് ഇല്ല, യൂട്യൂബിലൊന്നും അത്ര ഇതായില്ല. പക്ഷെ ഇൻസ്റ്റയിൽ നമ്മ നേരിട്ട് പാടുമ്പോഴേ ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ട്. പോരാഞ്ഞിട്ട് താഴ്ത്തുമ്പോൾ ലിറിക്സ് കൂടെ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ വായിക്കുമ്പോൾ കണക്റ്റ് ആവുന്നുണ്ട്. അതാണ് എൻ്റെ ഞാൻ കൂടുതലും ഇൻസ്റ്റയിൽ തന്നെ നിൽക്കാൻ കാര്യം. ഞാൻ വെറുതെ ഒരു പാട്ടായിട്ട് ഇടുമ്പോൾ ആരും അധികം ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ താഴത്തൊരു ലിറിക്സ് ഒക്കെ എഴുതി നമ്മുടെ ഫേസൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും എന്തോ അപ്പോഴാണ് കൂടുതലും ആൾക്കാർ കേൾക്കുന്നതെന്ന് തോന്നുന്നു. സെയിം സാധനം തന്നെ നിങ്ങളുടെ ഇതിലൂടെയാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. നീ എന്ന് പറഞ്ഞ അത് പാടാവോ? അത് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ യുവത്വമുള്ള ഒരു മനുഷ്യരെ അവർക്ക് വേണ്ടി മാത്രം അങ്ങനെയുള്ളവർ മാത്രം കേട്ടാൽ മതി. മനസ്സിൽ യുവത്വം ഇല്ലാത്ത ഈവൻ അവൻ ഒരു യുവാവാണെങ്കിൽ പോലും കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയൊരു ട്രാക്ക്. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ കേന്ദ്ര കഥാപാത്രം എൻ്റെ മോളാണ്. അവള് വെച്ചിട്ട് എഴുതിയേക്കണം. അതിങ്ങനെ പൊളിമോനെ ഇല്ലെന്താ നമുക്കിവിടെ നിന്ന് കിട്ടണ മുഴുവൻ ലാഭ കരയല്ലേ പിഴിമുക്ക് കൊഴിയുന്തിനം കരഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് നോക്ക് നീ നോക്ക് നിന്റെ പോക്ക് നിന്റെ വാക്കിൽ നെഗറ്റീവ് ഒഴിവാക്ക് പുതുവഴികൾ ദിശയേകും ചിതലരിക്കാത്ത ചിന്തകൾ ചന്ദനമാകും കനവായിരം വരമാകും മറയാതിനി ഒരു നാൾ മരതകമാകും നീയാകും നീ പാകും നിറതണലു പരത്തും മരവിത്തായി വിത്തായി 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 ഇലാമാപ്പഴത്തിൻ്റെ വിത്തിൻ സത്തത് നിനക്കായി ഇറ്റിടാം. അതിങ്ങനെയുള്ള കുറച്ച് ഇലാമാപ്പഴവും പരാശ്രയത്വവും ഉള്ള കാര്യങ്ങളൊക്കെ. യുവാക്കൾ പരാശ്രയത്വത്തിൻ്റെ കീഴിൽ പോരുത് എന്നുള്ളൊരു സാധനമൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ നോക്കുമ്പോൾ സപ്പോർട്ട് കൂട്ടുകാർ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരെല്ലാം നൈസ് കമ്പനിയാണ്. നമ്മ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യത്തിന് പറഞ്ഞാലും നമുക്ക് വേറെ കളേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതായത് കുട്ടികൾക്ക് ചുവർ ചിത്രരചന എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികൾ വരിക, നമുക്ക് പെയിൻറ് കൊടുക്കും, ബ്രഷ് കൊടുക്കും, അങ്ങനെയുള്ള വരക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും മതലി പെയിൻ്റ് അടിച്ചിട്ട് കൊടുക്കും. അവർക്കൊന്ന് പടം വരച്ചാൽ. പക്ഷെ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, മെയിനായിട്ട് പൊല്യൂഷനാണ്, മലിനീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരക്കാം. അപ്പോൾ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ടാണ് ഫ്രണ്ട്സ്. പക്ഷേ അവർക്ക് എന്തോ റാപ്പ് കണക്റ്റ് ആവുന്നില്ല. ഇഷ്ടമാണ് ഈ നീയൊക്കെ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല. വേറെ റാപ്പ് ഫീൽഡിലുള്ള നമ്മുടെ കൂട്ടുകാരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് കാര്യം പെട്ടെന്ന് അവർക്ക് അതും കുറവാണ്. ഇപ്പോൾ ആസ് എ ആർട്ടിസ്റ്റ് ഞാനൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടേ ഞാൻ കേൾക്കുള്ളൂ. ഇപ്പോൾ വേടൻ്റെ ഒരു പാട്ട് ഫേമസ് ആണതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യില്ല. അത് ഫേമസ് ആകണം, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ എഴുതിയാൽ പോലും ആരെഴുതിയാലും അത് 10 പേര് നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമൂഹമാണിത്. 10 പേര് നല്ലതാണെന്ന് പറഞ്ഞാലേ എനിക്കത് നന്നായിട്ട് തോന്നുള്ളൂ. ഇപ്പോൾ വേടൻ്റെ ട്രാക്ക് ഞാൻ വോയിസ് ഓഫ് വോയിസ്ലെസ് ആദ്യം കേട്ടിട്ടുണ്ട്, മൈൻഡ് ചെയ്യില്ല. അത് വ്യൂസ് 1 മില്യൺ ഒക്കെ ആയപ്പോൾ കൊള്ളാം. അപ്പം അങ്ങനത്തെ ഒരു സമൂഹമാണ്. അപ്പോൾ അതിൻ്റെതായുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. ഞാനും അതിൻ്റെ ഭാഗമാണ് കേട്ടോ. സെപ്പറേറ്റ് നിന്നിട്ടില്ല, എനിക്കും അങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ പാട്ടുകളും അവരങ്ങനെ കാണുള്ളൂ. അതൊരു നോർമൽ തിങ് ആണ്. ഒരു 10 പേര് നല്ലതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മുല്ലപ്പെരിയാർ ഇതിലേക്ക് കൂടുതൽ സെയിലാവും. പക്ഷെ അത് ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ആണ്. സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റുമോ എനിക്ക്? ഇല്ല.
യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്ന ഒരു വരി പലശരി. ആ ഒരു വരി പലശ്ശേരി. അതെന്താ അങ്ങനെ ഒരു? അത് ഞാൻ ഒരു ഷെഫ്, എൻ്റെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷെഫ് സോങ്ങിനെ കുറിച്ച് എഴുതിയപ്പോൾ അതിൽ വന്നൊരു വരിയാണ്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി, അങ്ങനെ എടുത്തത്. അല്ലാതെ വേറെ സ്റ്റോറീസ് ഇല്ല, ഒരു വരി പലശ്ശേരി. അതന്നെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതോ? ഒരു വരിയിലൂടെ പല കാര്യങ്ങൾ പറയാം. അത് തന്നെ, അതാണ് കണക്ട് ആയത് കാര്യം. അതാ അതിലെന്തൊക്കെയുണ്ട്. ഈ ക്ലീനിങ് കൊട്ട, ആ ഒരു പേര് എല്ലാം പേര് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരുന്നല്ലോ ചൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ചൂസ് ചെയ്തല്ല, ഇതൊരു കരുവാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ക്ലീൻ കോട്ടയിലുള്ളത് കരുവാൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഗംഭീര ആർട്ടിസ്റ്റാണ്. മുറി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, നല്ല കിട്ടല ആർട്ടിസ്റ്റാണ്. പിന്നെ AJ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ 4 പേരാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു ടീച്ചറുണ്ട്. ഇതിൻ്റെ പേര് സെലക്ട് ചെയ്തത് കരുവാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ സെലക്ഷനാണ് കരുവാൻ. പിന്നെ അതിൻ്റെ ലോഗോ സെറ്റ് ചെയ്ത ഒരു കാക്കയാണ്. അത് കണ്ണിൽ ഭൂമിയുള്ള ഒരു കാക്ക, കറുത്ത കാക്ക, കണ്ണിൽ ഭൂമിയില്ല. അതൊക്കെ ചെയ്തിരിക്കുന്നത് ആ ടീച്ചറാണ്. അപ്പോൾ കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു എന്തെന്നാ അതിൻ്റെ സിമ്പിളായിട്ട് കരുതിയിട്ടാണ് നമ്മൾ കാക്കേനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും അതിൽ ചെയ്തിരിക്കുന്ന പേര് പുള്ളി സെലക്ട് ചെയ്ത കരുവാൻ. ഈ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറെ ഇംഗ്ലീഷുകാരെ കണ്ടു, അവർക്ക് ക്ലീനിങ് ആണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതിലോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ കൂടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാ ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നേ? ക്ലീൻ ആയിരിക്കണം, ക്ലീനിങ് ചെയ്യാം. അത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കും ഇത് താല്പര്യമുള്ളവരാ, അങ്ങനെ കണക്ട് ആയതാ. ഇപ്പോൾ ഇത് അവരല്ലാതെ നമുക്ക് കുറേ പേരായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചിയിൽ കുറച്ച് സൈഫറൊക്കെ ചെയ്യണം, റാപ്പ് സൈഫർ ചെയ്യണം. അപ്പോൾ ചിലർക്ക് പാടിയിട്ട് പിരിഞ്ഞു പോകാൻ ആഗ്രഹം, ചിലർക്ക് നമുക്ക് എന്തെങ്കിലും കൂടി ചെയ്യണമെന്നൊരാഗ്രഹം പറയുമ്പോൾ അപ്പം അങ്ങനെയുള്ളവർ ചൂസ് ചെയ്തിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള. ഓക്കെ. ഈ അഞ്ചക്കള്ളക്കോക്കാൻ അതില് പാടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 4 പേര് ചേർന്നിട്ടാണ് പാടിയേക്കുന്നത്. ലിറിക്സ് ഞാൻ എഴുതി. ലിറിക്സ് എഴുതി. പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ? ഇല്ല, അത് ഇട്ടിട്ടില്ല. അതെന്താ? അത് വെച്ചേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒതുങ്ങി കൂടുവാണോ ശരിക്കും? അത് അവിടെ നിന്നോട്ടെന്ന് വെച്ചിട്ടാ. ആൾക്കാരെ അറിയിക്കാനൊന്നും തോന്നിയിട്ടില്ല? ഇല്ല, അതൊരു സാഹചര്യം വരുമ്പോ. നോർമലായിട്ട് ഒരാൾ അങ്ങനെ പാടുകയൊക്കെ ചെയ്ത സിനിമയിൽ പാടുക എന്നുള്ളതും എഴുതുക എന്നുള്ളതൊക്കെ വലിയ അവസരമായിട്ട് കാണുന്നു. സാഹചര്യം വരുമ്പോ ഇറക്കിവിടാന്ന് വെച്ചിട്ട് വെച്ചേക്കണം. വേറെ അതിലും സീരിയസ് ആയിട്ടുള്ള സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ റോഡിലെ കുഴി ആയിക്കോട്ടെ, ചൈൽഡ് അബ്യൂസ് ആയിക്കോട്ടെ, എത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മറ്റൊരു ഒരു പക സിനിമയുടെ ഒരു കഥയല്ലേ, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ സിനിമ കഥ നോക്കുകയാണെന്ന് ഈ അഞ്ചക്കള്ളക്കോക്കാൻ അതിലെത്തിപ്പെട്ടതും അതിന്റെ വിശേഷങ്ങളും എങ്ങനെയായിരുന്നു? അതൊരു ദിവസം മണികണ്ഠൻ അയ്യപ്പ പുള്ളി പുള്ളിക്ക് ആരോ എൻ്റെ ഒരു ട്രാക്ക് എന്തോ കാണിച്ചു കൊടുത്ത്, അങ്ങനെ പുള്ളി വിളിച്ച്. അപ്പം എനിക്കറിയില്ല. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയാൽ ചെയ്യുകയെന്ന് ചോദിച്ചു, പാടി അഭിനയിക്കുകയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പുള്ളി വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മാസത്തിന് ശേഷം ഞാൻ ഫോട്ടോ ചെയ്യിക്കുമ്പോഴാണ് പുള്ളി വിളിക്കണം. അപ്പോൾ ഈ മണികണ്ഠൻ അയ്യപ്പ ആരാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഈ മെക്സിക്കൻ അപാരതയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകളുള്ളൊരു സിനിമ. അതുകൂടാതെ പൂതൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരിതുണ്ട്, ഈ അട്ടക്കലാശ സമിതിയായിട്ട് കൊളാബ് ചെയ്തിട്ട് പുള്ളി ഒരു സാധനമുണ്ട്, മറ്റേ വണ്ടോടിൻ വടിവിലെഴും നീലക്കല്ലോലകളിൽ. ആ ഒരു സാധനമൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. പക്ഷെ ഇയാളാ ചെയ്തതെന്ന് എനിക്കറിയില്ല. മണികണ്ഠൻ ഞാൻ വിളിച്ച് പോയി, ഞാനും മൈൻഡില്ല. അതിന് മുമ്പ് കുറേ പേര് നമ്മളെ വിളിച്ചിട്ട് സിനിമയിലല്ല നമുക്ക് കൊളാബ് ചെയ്യാം, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ പിന്നെ എനിക്കതൊരു ശീലം, ഞാൻ ആ കൂട്ടത്തിലാണ് പെടുത്തിയത്. പിന്നെ ഒരു മാസം ചുമ്മാ പറയാം, സിനിമ ആര് വിളിക്കാൻ. അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് പുള്ളി വിളിച്ച്, ഞാൻ മണികണ്ഠനാണ് അന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞ് സിനിമയിൽ ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ലിറിക്സ് എഴുതിയാലോ. എന്നിട്ട് പുള്ളി പറഞ്ഞ് ബ്രോ എന്നെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ കയറി സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ മെക്സിക്കൻ അപാരതയൊക്കെ ചെയ്ത പുള്ളിയാ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ഞാൻ പിന്നെ വിളിച്ച് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഇവിടെ വന്നിട്ടാ, ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ട് പുള്ളി അവിടെ എന്തോ ഈ വേറെയുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കണ പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പാരഗണിൽ വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ സംസാരിച്ചിട്ട് പോയി. ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വെറുതെ പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ലിറിക്സ് ആദ്യം 4 വരി എഴുതിയാന്ന് പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് 4 വരി എഴുതി. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇച്ചിരി കൂടി വലുതാക്കണം. അങ്ങനെ രണ്ടാമത്തെ 4 വരി എഴുതി. അവിടെ ചെന്ന് റെക്കോർഡിങ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ സൗണ്ട് പുള്ളിക്കെന്തോ ആ ഒരു സിനിമക്ക് സെറ്റാവുന്നതല്ലെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ട്.